പശ്ചിമബംഗാളിലെ വൻ വിജയത്തോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ മേധാവിത്വം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ബിജെപി. ഒറ്റയ്ക്കും മുന്നണിയുടെ ഭാഗമായും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 22 പ്രദേശങ്ങളുടെ ഭരണം ഇന്ന് ബിജെപിയുടെ കൈകളിലാണ്. 2014 കേന്ദ്രഭരണത്തിലെത്തുമ്പോൾ ബിജെപിക്ക് ഉണ്ടായിരുന്നത് 4 മുഖ്യമന്ത്രിമാർ മാത്രമാണ്. 2014 മുതൽ 2026 വരെ ബിജെപി സ്വാധീനമുറപ്പിച്ച സംസ്ഥാനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നമുക്ക് കാണാം. 2014 അധികാരത്തിലെത്തുമ്പോൾ ബിജെപിയുടെ കൈവശമുണ്ടായിരുന്നത് നാമമാത്രമായ സംസ്ഥാനങ്ങളുടെ ഭരണമായിരുന്നു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ ബിജെപി കീഴടക്കിയിരിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയെ മാത്രമല്ല. 2014 പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ 16 ഇടങ്ങളിലാണ് NDA സർക്കാർ ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ 5 ഇടത്തും BJPയുടെ മുഖ്യമന്ത്രിമാരായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ക്രമമായ വളർച്ചയാണ് BJPക്ക് രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ളത്. 2014 ആകെ ഭൂവിസ്തൃതിയുടെ 34% മാത്രമായിരുന്നു BJPക്ക് അനുകൂലമായ മണ്ണായി ഉണ്ടായിരുന്നത്. അതേസമയം ജനസംഖ്യയുടെ 1/4 മാത്രമായിരുന്നു ഇക്കാലയളവിൽ BJPയെ ഭരണം ഏൽപ്പിക്കാൻ വിശ്വസിച്ചിരുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സഖ്യത്തോടുകൂടി ഭരണത്തിലെത്താൻ BJPക്ക് സാധിച്ചു. ആന്ധ്രാപ്രദേശിൽ TDPക്കൊപ്പവും ജമ്മു കാശ്മീരിൽ PDPക്കൊപ്പവും ചേർന്ന് BJP തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ ഘട്ടം ഇതാണെന്ന് തന്നെ പറയാം. ആകെ ഭൂവിസ്തൃതിയുടെ 74% ഇതിനോടകം തന്നെ BJPയുടെ കൈകളിലെത്തിക്കഴിഞ്ഞിരുന്നു. ആകെ ജനസംഖ്യയുടെ 69%വും BJPയെ ആയിരുന്നു രാജ്യത്ത് വിശ്വസിച്ചതും. ഹിന്ദി ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ BJPക്കൊപ്പം നിന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ BJP ഭരണത്തിന് സമ്മതം മൂളി. ഇക്കാലയളവിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഭരണമാറ്റം ഉണ്ടായതാണ് BJPക്കേറ്റ ഏക തിരിച്ചടി എന്ന് പറയാം. മഹാരാഷ്ട്രയിൽ സഖ്യം പൊളിഞ്ഞു. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും ചെയ്തു. ഒരിക്കൽ പരാജയപ്പെട്ട ജാർഖണ്ഡ് പിന്നീടൊരിക്കലും BJPയെ 2026 വരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ മഹാരാഷ്ട്രയിൽ കഥ ഇങ്ങനെ ആയിരുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും 13 സംസ്ഥാനങ്ങളിൽ BJP ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കിയിരുന്നു. 18 ഇടങ്ങളിൽ NDA എന്ന മുന്നണിയുടെ ഭാഗമായി BJPയും സർക്കാരിൽ അംഗമായി. അപ്പോഴേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്ര ലിസ്റ്റിലേക്കെത്തി. പുതുച്ചേരിയിലും ഭരണം NDAയുടെ കൈകളിലേക്ക്. 2026 അതായത് ഈ വർഷം നിലവിൽ BJP നേരിട്ട് ഭരണം നടത്തുന്ന അല്ലെങ്കിൽ BJPയുടെ മുഖ്യമന്ത്രിമാരുള്ള 17 സംസ്ഥാനങ്ങളുണ്ട് രാജ്യത്ത്. ഈ 17 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 22 ഇടങ്ങളിലും ഇന്ന് NDA ആണ് ഭരിക്കുന്നതും. രാജ്യത്തിന്റെ തെക്കേ മൂലയിലേക്ക് നോക്കുമ്പോൾ കർണാടകയും തമിഴ്നാടും കേരളവും തെലങ്കാനയും മാത്രമാണ് BJPക്ക് മുൻപിൽ തലകുനിക്കാതെ ബാക്കിയുള്ളത്. കിഴക്കേ ഇന്ത്യയിൽ ജാർഖണ്ഡും BJPയെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വടക്കേ അറ്റത്ത് പഞ്ചാബും ഹിമാചൽ പ്രദേശും BJPക്ക് ഒപ്പമല്ല. ജമ്മു കാശ്മീരിലാകട്ടെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിന്റെ ഭാഗവുമല്ല. പക്ഷേ അടുത്ത വർഷത്തോടെ ഇനിയും മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂട്ടാനാണ് BJP പദ്ധതിയിടുന്നത്. ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ബംഗാളിന് ശേഷം BJP കണ്ണുവെച്ചിരിക്കുന്നത് പഞ്ചാബിന് വേണ്ടിയാണ്. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.